ബിസിനസ് സംരംഭകയും സഹോദരിയുമായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികരിച്ച് അഹാന കൃഷ്ണ. സാമ്പത്തിക ക്രമക്കേട് പുറത്തുവന്നതോടെ ഒത്തുതീർപ്പിനായി ജീവനക്കാരാണ് തങ്ങളെ കാണാൻ വന്നതെന്നും ഒടുക്കം രക്ഷപ്പെടാനായി വ്യാജ പരാതി നൽകുകയായിരുന്നുവെന്നും അഹാന പറയുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് അഹാന സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. 4 വർഷം മുമ്പ് സഹോദരി ദിയ കൃഷ്ണ ആരംഭിച്ച OBY എന്ന ബിസിനസ് സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കടയിലെ 3 ജീവനക്കാർ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി സ്വന്തം QR കോഡ് സ്ഥാപിച്ച് പണം തട്ടുകയായിരുന്നു. ദിയയുടെ അറിവില്ലാതെ കടയിലെ ആഭരണങ്ങൾ റീസെല്ലിംഗും ചെയ്തു വന്നിരുന്നു. ഗർഭിണിയായ ശേഷമുള്ള അനാരോഗ്യത്തെ തുടർന്ന് ദിയ കടയിലേക്ക് പോയിരുന്നില്ല. ഈ 3 ജീവനക്കാരെ പൂർണ്ണമായി വിശ്വസിച്ചായിരുന്നു സ്ഥാപനം മുന്നോട്ട് പോയത്. മെയ് 29-നാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിയുന്നത്. പിന്നാലെ മെയ് 30-ന് 3 പേരും കുടുംബത്തോടൊപ്പം തങ്ങളെ വന്ന് കാണുകയും കുറ്റം സമ്മതിക്കുകയും തട്ടിയ പണം തിരികെ തരുമെന്ന് അറിയിക്കുകയും ചെയ്തു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഏകദേശം 70 ലക്ഷം രൂപയായിരുന്നു ഇതെന്നും അഹാന വ്യക്തമാക്കി. 3-4 ദിവസത്തിനു ശേഷം ഞങ്ങളുടെ കുടുംബത്തിനെതിരെ പരാതി കൊടുക്കാനുള്ള ഒരു മോശം ബുദ്ധി ആരോ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. കുറ്റം സമ്മതിക്കാനായി ഞങ്ങൾ അവരെ തട്ടിക്കൊണ്ടുപോയെന്നും ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഭീഷണിപ്പെടുത്തി എന്നുമായിരുന്നു പരാതി. ഒത്തുതീർപ്പിനായി അവർ ഞങ്ങളെ വന്നു കണ്ടുവെന്നതാണ് സത്യത്തിൽ സംഭവിച്ചത്. വളരെ മാന്യമായാണ് അവരോട് സംസാരിച്ചത്. ജൂൺ 2-നാണ് അവർ വ്യാജ പരാതി നൽകിയത്. ഇന്ന് രാവിലെ അവർ എൻ്റെ കുടുംബത്തിനെതിരായി കെട്ടിച്ചമച്ച കേസിന്റെ വിവരങ്ങൾ പുറത്തുവിടുകയും കുടുംബത്തെ അപകീർത്തിപ്പെടുകയും ചെയ്തു. അവർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് അവരെ തുറന്നു കാട്ടുകയെന്നത് മാത്രമാണ് മുന്നിലുണ്ടായിരുന്ന വഴി. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഈ 3 തട്ടിപ്പുകാർക്കെതിരെയും ഇതെല്ലാം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചവർക്കെതിരെയും ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അഹാന പറയുന്നു. QR കോഡിൽ കൃത്രിമം കാട്ടി പണം തട്ടിയെന്ന് ആരോപിച്ചാണ് ദിയ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഇവർക്കെതിരെ ദിയ പോലീസിലും പരാതി നൽകിയിരുന്നു. പിന്നാലെ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെന്നാരോപിച്ച് ജീവനക്കാർ നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ നൽകിയ പരാതിയിലും മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇതിനിടെ ജീവനക്കാർ കുറ്റം സമ്മതിച്ചുവെന്ന് കാട്ടി കൃഷ്ണകുമാറിന്റെ കുടുംബം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. മുൻ ജീവനക്കാർക്കൊപ്പം നടി അഹാന, ദിയയുടെ ഭർത്താവ് അശ്വിൻ, കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു, മറ്റു മക്കളായ ഇഷാനി, ഹൻസിക എന്നിവരെയും കാണാം. അഹാനയും സിന്ധുവും ദിയയുമാണ് മുൻ ജീവനക്കാരോട് സംസാരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധുവിന്റെ യൂട്യൂബ് പേജിലൂടെയാണ് വീഡിയോ പുറത്തുവിട്ടത്. ആരാണ് ആദ്യം തട്ടിപ്പ് തുടങ്ങിയതെന്നും എത്ര രൂപ തട്ടിയെന്നും അഹാന ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ക്ലീനായി ഡീൽ ചെയ്യാമെന്നും അല്ലാത്ത പക്ഷം പോലീസായിരിക്കും തന്റെ സ്ഥാനത്ത് ഇവരെ ചോദ്യം ചെയ്യുന്നതെന്നും അഹാന പറയുന്നു. ഇത്ര നാൾ മുമ്പാണ് ആദ്യം പണം തട്ടിയതെന്ന് അഹാന ചോദിക്കുമ്പോൾ ഓഗസ്റ്റ് മുതലെന്ന് ജീവനക്കാരിൽ ഒരാൾ മറുപടി പറയുന്നു.